1842 എഡ്വേർഡ് ലാ എലൻബർഗ് എന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇന്ത്യയുടെ അതിനു മുമ്പുള്ളൊരു 7-8 നൂറ്റാണ്ടത്തെ ചരിത്രത്തെ മുസ്ലിങ്ങൾ കയ്യേറി അധിനിവേശം നടത്തി ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചു പറിച്ചു എന്ന മട്ടിലൊരു ചരിത്രം ഇവിടെ നിർമ്മിച്ചു. അതിനുവേണ്ടി ഏലിയട്ട്, സ്മിത്ത്, എൽഫിൻസ്റ്റൺ ഇങ്ങനെ 3 ചരിത്രകാരന്മാരെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവർ മുഴുവൻ ഈ ചരിത്രം ഹിന്ദു മുസ്ലിം കണക്ക് തീർക്കലിൻ്റെ ഭാഗമാക്കി വലിയ വർണ്ണപ്പകിട്ടാർന്ന ലുട്ടാപ്പി കഥകളൊക്കെ എഴുതി ചേർത്തിട്ട് അവർ ഈ ചരിത്രം ഉണ്ടാക്കി. അത് മുഴുവൻ പുസ്തകങ്ങൾ അന്നത്തെ അധ്യയന മാധ്യമങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ ആവർത്തിച്ച് ചൊല്ലി പഠിപ്പിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് 1860-65 ആയപ്പോൾ വർഗീയ കലാപം തുടങ്ങി. ഇന്ത്യയുടെ AD 1-ാം വർഷം തൊട്ട് 1860 വരെ ഹിന്ദു മുസ്ലിമും ഇവിടെ കലാപം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം ഈ 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മുസ്ലിമും കലാപം നടത്തിയിട്ടില്ല. ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ നമ്മളെയൊക്കെ മനസ്സിനെ മാറ്റും വിധം ചരിത്രം സൃഷ്ടിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കലാപം വന്നത്. പിന്നെ മതത്തിൻ്റെ പേരിൽ ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ 2 രാജ്യമായി മാറി പിൽക്കാലത്ത്. അപ്പം അത്രത്തോളം വർഗീയത വേര് പിടിച്ചു.